നമസ്കാരം. UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ നടപ്പാക്കുന്നതിന് എതിരെ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വാഹന പണിമുടക്ക്. പെരിന്തൽമണ്ണ BDOയ്ക്കും CDPOയ്ക്കും യാത്രയയപ്പ് നൽകി. സ്കൂളുകളിൽ ഇനി മുതൽ കലാപഠനവും. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വാഹന പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ മോട്ടോർ വാഹന പണിമുടക്ക് നടത്തുന്നത്. KSRTC ജീവനക്കാരുടെ പണിമുടക്കും ഓട്ടോറിക്ഷ, ടാക്സി, ടെമ്പോ, ട്രക്കർ, ലോറി, മിൻലോറി, സ്വകാര്യ ബസ് തൊഴിലാളികളും പണിമുടക്കും. CITU, AITUC, BMS, INTUC, UTUC, HMS, STU, KTUC യൂണിയനുകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ BDOയ്ക്കും CDPOയ്ക്കും യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പെരിന്തൽമണ്ണ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KB ശശിക്കും പെരിന്തൽമണ്ണ അഡീഷണൽ CDPO DH മൈമുനക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്തുമ്മന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ T ഹാജറുമ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷി, മുൻ പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KE ഹംസ ഹാജി, ഗോവിന്ദപ്രസാദ്, C കുഞ്ഞിരാമൻ, AK നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. BDO KB ശശി, CDPO PH മൈമുന എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പാഠ്യേതര വിഷയങ്ങളായിരുന്ന ചിത്രകല, നൃത്തകല, സംഗീതം, നാടകം എന്നിവ ഇനി മുതൽ സ്കൂളുകളിൽ പാഠ്യവിഷയങ്ങളായിരിക്കും. ഇതിന് പിരീഡുകൾ നിശ്ചയിച്ചു. പാഠ്യേതര വിഷയങ്ങളായിരുന്ന ചിത്രകല, നൃത്തകല, സംഗീതം, നാടകം എന്നിവ ഇനി സ്കൂളുകളിൽ പാഠ്യവിഷയമാക്കും. ഇവ പഠിപ്പിക്കാനുള്ള അധ്യാപകർക്കുള്ള പരിശീലനം ആരംഭിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കലാപഠനം ഇതര വിഷയങ്ങളുടെ അതേ പ്രാധാന്യത്തോടുകൂടെ ഈ വർഷം മുതൽ നിലവിൽ വരും. ഇതിനായി സ്കൂളുകളുടെ ടൈം ടേബിൾ പുതുക്കും. പീരിയഡുകളുടെ എണ്ണം 7 നിന്ന് 8 ആക്കും. സർഗാത്മകത, നിരീക്ഷണ പാടവം, വ്യതിരിക്ത ബുദ്ധി തുടങ്ങിയവ വളർത്താൻ കലാപഠനം അത്യന്താപേക്ഷിതമാണ്. വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക പ്രയാസവും ടെൻഷനുകളും ലഘൂകരിക്കുന്നതിനും കലാപഠനം സഹായിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പാരമ്പര്യം കൈമുതലാണ്, വിശ്വാസം പവിത്രമാണ്. ഇവ രണ്ടും ഒന്നിക്കുന്ന ചിന്നൻസൺ ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം പുതിയ രൂപത്തിലും ഭാവത്തിലും May 1 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഉദ്ഘാടന വേളയെ ആഘോഷമാക്കാൻ ഞാനും ഉണ്ടാകും. തീർച്ചയായും നിങ്ങളും വരണം. ചിന്നൻസൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം ബുധനാഴ്ച ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ബുധനാഴ്ച ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പൂരത്തിന്റെ മുഖ്യ സംഘാടകരായ പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം കാണാൻ സാംസ്കാരിക തലസ്ഥാനത്തെത്തിയത് പതിനായിരങ്ങൾ. ലോകത്തിന്റെ ഏത് സംഗീതത്തോടും കിടപിടിക്കുന്ന ഇലഞ്ഞിത്തറ മേളവും, പുഴ പോലെ ഒഴുകിക്കിടക്കുന്ന ആൾക്കൂട്ടവും, വാനിലേക്ക് മത്സരിച്ച് മാറി മാറി ഉയർത്തുന്ന വർണ്ണക്കുടകളും, എഴുന്നള്ളിക്കുന്ന ആനകളും, ആകാശത്ത് വർണ്ണം വിതറുന്ന വെടിക്കെട്ടുകളും, കാതടപ്പിക്കുന്ന വെടിക്കെട്ടും, ഇതിനിടയിലെ ചെറുപൂരങ്ങളുടെ വരവും മതിവരാത്ത കാഴ്ചകളാണ്. അംഗീകാരമില്ലാത്ത കോഴ്സിന് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് വഞ്ചിച്ചെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ. അംഗീകാരമില്ലാത്ത കോഴ്സിന് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് വഞ്ചിച്ചതായി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. DMLT കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വർഷത്തെ കോഴ്സാണത്. പക്ഷേ ഞങ്ങൾ 1 വർഷം തികച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും വന്നു. സാറിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. പിന്നെ അതേപോലെ തന്നെ BSSന്റെ അണ്ടറിൽ മാത്രമേ ഉള്ളൂ, ഒരു യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ടില്ല. അമിതമായിട്ട് ഞങ്ങളെ നിന്ന് ഫീസൊക്കെ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 10,000 രൂപ, 10,000ൻ്റെ മുകളിൽ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഫീസ് അടച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, ഞങ്ങൾക്ക് വേറെ എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരു പ്രൈവറ്റ് ലാബിൽ മാത്രമേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. വേറെ ഹോസ്പിറ്റലിലൊന്നിലും അംഗീകാരം ഇല്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു.
നിലവില്ലാത്ത MLT ഡിപ്ലോമ കോഴ്സിനാണ് MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് തങ്ങളെ ചേർക്കുകയും ഫീസ് പിരിക്കുകയും ചെയ്തതെന്നും തങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെടുത്തിയതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചാണ് വിദ്യാർത്ഥികളെ കോഴ്സിന് ചേർത്തത്. എന്നാൽ പിന്നീട് അത് മേഘാലയ യൂണിവേഴ്സിറ്റിയാണെന്നാണ് പറഞ്ഞത്. അന്വേഷിച്ചപ്പോഴാണ് അംഗീകാരമില്ലാത്തതായി വിവരം ലഭിച്ചത്. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതായും നിയമ നടപടിക്കൊരുങ്ങുന്നതായും വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ നടപ്പാക്കുന്നതിന് എതിരെ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വാഹന പണിമുടക്ക്. പെരിന്തൽമണ്ണ BDOയ്ക്കും CDPOയ്ക്കും യാത്രയയപ്പ് നൽകി. സ്കൂളുകളിൽ ഇനി മുതൽ കലാപഠനവും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.